ഒരിക്കൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ ഒരു സംഭവം ഇതിൽ കാണുന്നുണ്ട്. ഉംറയ്ക്ക് വേണ്ടി പോയതാണ്. മദീന മുനവ്വറയിൽ ഉംറയ്ക്ക് പോയിട്ട് മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുക. അവിടെ ഇരുന്നിട്ട് റസൂലുള്ളാഹിനോട് ഇങ്ങനെ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയാം നമുക്ക്. ആ റൗളയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്ത് റസൂലുള്ളാഹിനോട് ഇങ്ങനെ രുചികരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മധ്യേ ഷെയ്ഖുനയുടെ അടുത്ത് ഒരാൾ വന്നിരുന്ന് അയാൾ അങ്ങനെ ദ്വാരക്കാൻ തുടങ്ങി. ഷെയ്ഖുനയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ഇങ്ങനെ ദ്വാരക്കാൻ തുടങ്ങിയപ്പോൾ യാ റബ്ബ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുനയോട് നിങ്ങൾ ആമീൻ പറയണമെന്നോ. അങ്ങനെ ഷെയ്ഖുന റൗളയിൽ ഇങ്ങനെ ഇരുന്നിട്ട് റസൂലുള്ളാഹിനോട് ഇങ്ങനെ സലാത്ത് ചൊല്ലി സംഭാഷണം നടത്തുന്ന മധ്യ അടുത്തൊരാൾ വന്നിരുന്നിട്ട് പറഞ്ഞു ഞാൻ ദ്വാരക്ക് നിങ്ങൾ ആമീൻ പറയണമെന്നോ. അങ്ങനെ ഷെയ്ഖുന അങ്ങനെ ആമീൻ പറഞ്ഞു. ആമീൻ പറഞ്ഞ് കഴിഞ്ഞപ്പോ എല്ലാം തീർന്നപ്പോ ആ പോയ ആള് മൂപ്പരെ കയ്യിൽ ഷെയ്ഖുനാന്റെ കയ്യിൽ ചെറിയൊരു റിയാല് സംഖ്യ കൊടുത്തു. ഒരു സംഖ്യ റിയാല് കൊടുത്തു. അത് കീശയിലിട്ടുകാണ് മൂപ്പര് പോയപ്പോൾ ഷെയ്ഖുന ബഹറുൽ ഉലൂം ഉസ്താദ് അവർക്ക് ഭയങ്കര പൊറുതിയേട്. ഒന്നാമത്തെ പൊറുതിയേട് എന്താ? ഇന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് കീസി കയ്യിട്ട് തരാൻ ഇന്നെ കണ്ട ഒരു ഫക്കീറാണെന്ന് തോന്നുന്നുണ്ടോ? ഇന്നെ കണ്ടാൽ ഒരു സഹായമൊക്കെ കിട്ടണ മിസ്കീനാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആയിപ്പോയോ ഞാൻ? അള്ളാ കൂടെയുള്ള 2 ആൾക്കാരോട് ചോദിച്ചു, അല്ല ഇന്നെ കണ്ടാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ധർമ്മം തരുന്ന മാതിരി തോന്നുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഷെയ്ഖുന എപ്പോഴും നല്ല പ്യൂർ വസ്ത്രം ധരിച്ചിട്ടേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ. ആ പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് നിലനിർത്തി പോയിരുന്നത്. എപ്പോഴും കണ്ടെങ്കിൽ AP ഉസ്താദിനെ ഇങ്ങനെ ഉസ്താദിൽ നിന്ന് അതെന്തായി, അത് എല്ലാവരിലേക്കും പകർന്നു. ഇപ്പൊ ചെറിയ മൂലയരുട്ടികൾ വരെ എങ്ങനെയാണ് നല്ല ഇസ്തിരിട്ടിട്ട് നല്ല മട്ടത്തിലെ തുണിങ്കുപ്പായം കാണുള്ളൂ. ഒരിക്കൽ ബഹുമാനപ്പെട്ട വ്യവസായ പ്രമുഖൻ യൂസഫ് അലി സാഹിബും അതേപോലെ തന്നെ എന്റെ നാട്ടുകാരൻ PV വഹാബും നമ്മൾ AP ഉസ്താദുമായിട്ടൊരു അഭിമുഖം ഉണ്ടായി. അപ്പൊ ആ കൂട്ടത്തിൽ ഇങ്ങനെ പിന്നെ സാമിനുഹും കൽബുഹും എന്ന് പറഞ്ഞ മാതിരി ഞാനും ആ കൂട്ടത്തിലുണ്ടായി. ഖിദ്മത്തിനായിട്ട് ഉസ്താദിന്റെ ഒപ്പം പോയി കാണും. അങ്ങനെ ആ സംസാര മധ്യേ യൂസഫ് അലി സാഹിബും വഹാബും ഒക്കെ പറയണം, ഞങ്ങൾക്ക് AP ഉസ്താദിനുള്ള വലിയ ബഹുമാനം തോന്നിയത് ഈ ആലിമീങ്ങളൊക്കെ നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ട് നല്ല വാച്ച്, നല്ല ഡ്രസ്സ്, നല്ല കാറ്, ഇതിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആലിമീങ്ങളെ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് അത് കാന്തപുരം ഉസ്താദിനാണ് എന്ന് അവര് പറഞ്ഞു. ഓരോരുത്തർ വിലയിരുത്തുന്നത് ഉസ്താദിനത് കിട്ടിയത് ഷെയ്ഖുന ഒക്കെ ഉസ്താദിൽ നിന്നാണ്. ഏതായാലും ഞാനിത് വായിക്കാം. ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ കയ്യിൽ ഒരു പൈസ കൊടുത്തിട്ട് മൂപ്പര് പോയി. പൈസ കൊടുത്ത ആള് പോയി. ഷെയ്ഖുനാക്ക് ഭയങ്കര പൊറുതിയോട്. ഇതെന്താ പിന്നെ കണ്ടങ്ങനെ പൈസ തരാൻ കാരണം? അങ്ങനെ ഒരു പൈസ ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു മുഷ്ഞ്ഞ തുണിയും കുപ്പായം ഒരു സദക്കക്കോ സക്കാത്തിനോ ഒക്കെ ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു രീതിയിലാണോ ഇതിന്റെ അവസ്ഥ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ ബഹുമാനപ്പെട്ടവരെ മനസ്സിലൊരു പൊറുതിയോട്. ഏതായാലും ആ പൊറുതിയോട് നിലനിൽക്കുന്ന സമയത്ത് അവസാനം നാട്ടിലേക്ക് പോരാൻ സമയത്ത് പറഞ്ഞു, ഇന്നാളൊരാളെ നമുക്ക് ദീനാറ് തന്നിക്കളോ, അതിന് നമുക്ക് മദീനത്തിന് അജ്വ കാരക്ക വാങ്ങാം. അജ്വ കാരക്ക വാങ്ങിയിട്ട് യഹ്യാഉസ്സുന്നിലെ ഉസ്താദുമാർക്കൊക്കെ കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് അതിന് നമ്മൾ അജ്വ വാങ്ങാം. അങ്ങനെ അജ്വയൊക്കെ വാങ്ങി ഇവിടെ വന്ന് അത് ബഹുമാനപ്പെട്ടവർ ഉസ്താദുമാർക്കൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വടകര മമ്മദാജി തങ്ങൾ പാപ്പാനെ കണ്ടു. വടകര മമ്മദാജി തങ്ങൾ പാപ്പ ഷെയ്ഖുനാനെ കാണാൻ വേണ്ടി വന്നപ്പോ കണ്ടപ്പോ തന്നെ ചോദിച്ചു, മദീനത്തിന് ഖിളിർ നബിന്റെ അടുത്ത് പൈസയൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. യാ റബ്ബ്. വടകര മമ്മദാജി തങ്ങൾ പാപ്പ കണ്ടപ്പോ തന്നെ ആദ്യം ചോദിച്ചത് എന്താണ്? മദീനത്തെ റൗളയിൽ നിന്ന് ഖിളിർ നബിന്റെ അടുത്ത് കായ് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. അത് ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ആരാണ്? നമ്മൾ അവരെ പിന്തുടരുന്നത്, ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? നമ്മൾ ഏതിനെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്? ഇപ്പോ ഒക്കെ നമ്മൾ അസ്മാവിന്റെ ചികിത്സ നടത്തിയിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ടോ ഒരാൾ സോക്കേട് മാറി, ഒരാൾ മുട്ടുംകാലിന്റെ വേദന മാറി, അതല്ലെങ്കിൽ 2 പല്ല് പറിച്ചണം നടന്നിപ്പോ 1 പറിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് ഓലൊക്കെ എന്താക്കലാണ്, വലിയ ഔലിയാക്കണ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. യഥാർത്ഥത്തിൽ മഹാന്മാരായ ആളുകളുടെ ഒരു ജീവിത രീതിയെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, അവിടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാക്ക് മദീനയിൽ വെച്ചുകൊണ്ട് ആ കൊടുത്ത വിവരം ആരാ വടകര മമ്മദാജി തങ്ങൾ പാപ്പാനോട് പറഞ്ഞു? അതാ പിന്നെ കണ്ടപ്പോ ഒറ്റ ചോദ്യം, ഖിളിർ നബിന്റെ പൈസ ഒക്കെ കിട്ടിയില്ലേ മദീനത്തിൽ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂമിന് സമാധാനമാകുന്നത്.